അത് കാര്യം പറയാൻ വേണ്ടി നടന്നു എന്നോട് വന്ന വന്ന് ശരി എന്നാ ഹലോ എടാ നീ ഇറങ്ങിയാ നീ എന്തോ ഇറങ്ങിയെന്നാ ഞാനേ നിന്നോട് പറയാൻ ഞാനും കൂടി ഇറങ്ങാം അത്യാവശ്യമാണ് എവിടെ ഫോട്ടോ നോക്കട്ടെ എന്താ അവളെ തിരിച്ചൊന്നും വിടുന്നില്ല. ആദ്യം കണ്ടിറക്കണ്ട ആരാന്ന് അത് നീ ആരാന്ന് പേര് പറയണം. സീൻ ചെയ്തിട്ടുണ്ട്. പ്ലെയൊന്നുമില്ല, സീൻ ചെയ്തിട്ടുണ്ട്. പെങ്കൊച്ചത് ഏതാണ് ഇത്? ഞാൻ കണ്ടിട്ടുണ്ട് അതിനെ. നീ കണ്ടിട്ടുണ്ട്? വീട്ടിൽ വിളിക്കണ അമ്മൂസിനൊക്കെയാണ്. എടാ എന്ത് നീ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ സീൻ? എന്താ നീ അനുന്ന് പറഞ്ഞ ആർക്കെങ്കിലും കൊച്ചിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ? അയക്കുന്നുണ്ട്. അതാ അഭിയണ്ണന്റെ പെങ്ങളാ. അവൻ നിന്നെയൊക്കെ കാണാതിരിക്കണെന്ന് പറയുന്നു. അയാള് നിന്നെ പിടിച്ച് നല്ല ചാർത്തി ചേർത്ത്. പിന്നെ കാര്യം പറഞ്ഞ ചേട്ടനായാലും മനസ്സിലാക്കും. നീ കാരണം അവളെ ഇവിടുന്നൊക്കെ മാറ്റിയിരിക്കണ്. അവളെ എവിടെ കൊണ്ട് ആക്കിയാലും കുഴപ്പമില്ല. കണ്ടുപിടിക്കാൻ എനിക്കറിയാം. ഒന്ന് കൂട്ടുകാരാ, അവളെ എവിടെയായാലും കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്കൊല്ല പെണ്ണാണെങ്കിൽ അവളെ ഞാൻ നേടിയിരിക്കും. അവളെ ചേട്ടനോട് പോയി പറഞ്ഞാൽ മതി. പക്ഷേ അവള് എന്റേതാണ്, എന്റേത്. ഏത് പൊന്ന് തമ്പുരാൻ ഇവിടെ കൊണ്ട് വെച്ചാലും പുല്ല് പോലെ ഞാൻ അടയ്ക്കേണ്ടി വരും. അപ്പൊ പോയി പറഞ്ഞേക്കാം അവളുടെ ആങ്ങളോട്. ഞാൻ പോണു കേട്ടോ. ഞാൻ പോയിട്ടോ. വാ, ശരിയാടാ. ഓക്കെ, നീ വരികയല്ലേ? ആയിക്കോട്ടെ. വീട്ടിൽ പോയി നോക്കാം.
അനന്തോ എന്താടാ സീനായി അച്ഛൻ എന്റെ ചേട്ടനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. ആ വിളിച്ചിട്ടും പോയിട്ട് ഞാനായിട്ട് പഠിച്ചു വെച്ചതാണല്ലോ. അപ്പൊ ഞാനായിട്ട് തീർക്കണമല്ലോ. നീ എന്തായാലും വീട്ടിൽ പോകാൻ വേണ്ടിയിരിക്കണല്ലേ. നീ വീട്ടിലേക്ക് നോക്കും. ഞാൻ നോക്കിക്കോളാം. വരുന്നിടത്ത് ഞാൻ നോക്കിക്കോളാം. വേണ്ടടാ. ആ അടങ്ങും. പെങ്ങളെ പുറകെ നടക്കുകയും ചെയ്യും. ആള് ലൈൻ അടിക്കുകയും ചെയ്യും, കെട്ടുകയും ചെയ്യും. അങ്ങനല്ലേ പൊക്കോ ഇറങ്ങി പോകാം. എന്റെ സോളാടെ പിടിച്ചിട്ട് അവൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി എന്റെ കൂട്ടുകാരൻ ഞാൻ വിളിക്കുന്നുണ്ട്. അവൻ വിളിക്കണുണ്ടല്ലോ. ഹലോ എന്താടാ? നീ എവിടെ? എടാ ഒന്ന് വരുവാ. ഒരു കാര്യമുണ്ട്. ഇന്ന് അത്യാവശ്യമാണ്. എന്താന്നറിയാവാ? അവിടുന്ന് സൈഡ് എന്തൊക്കെ ചെയ്യുന്ന വെട്ടുന്ന അങ്ങനൊക്കെ എന്തൊക്കെയാണ് പറയണത്. ഞാനിപ്പോ എന്ത് ചെയ്യണം? എന്ന് ഇടിക്കാനൊക്കെ വേണ്ടി വന്നു. ഞാൻ മര്യാദ ഞാൻ പറയണേ. ഞാനിവിടെ നിൽക്കാം. നീ ഇടയിലല്ലേ പറഞ്ഞു വിട്ടത്? അമ്മ കിട്ടിയില്ലല്ലോ. നല്ലോണം വേനൊക്കെ ഉണ്ട്. നീ വിട്. ഞാൻ വിട്ടോട്ടോ. കിട്ടിയാൽ ഏറ്റുപോണ. അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ അവളുടെ പുറകെ പോവല്ലേ പോലും നല്ല പറഞ്ഞത്. ഇടി കിട്ടുമോ ഞാൻ പറഞ്ഞു. അക്ഷയ പോയാണ്. ഞാൻ കുളിച്ചിട്ടില്ലേ, കുളിച്ചിട്ടില്ല, പല്ലിട്ടില്ലേ. അത് രണ്ടും ചെയ്തിട്ട് മതിയാ. ഇത് നിന്നോട് ഒരുമിച്ച് പോകുമ്പോ രാവിലെ തന്നെ മഴയാണല്ലോ. എന്നാലും പള്ളി വെച്ചേക്കാം.
ഇപ്പൊ ഒന്നും ചെയ്തില്ല. എന്തോ ഓ പോണ്ടേ? അപ്പോ മഴയാണല്ല. മഴയാണ്. പോടണ്ട. അവിടെ അവനുണ്ടാ. ആ ഇപ്പൊ മഴ കുറവാണ്. വേഗം വാ. അതെ അവിടെ കേട്ടാ. പോവാം. അവിടേക്ക് മഴ ഇത് കാറ്റും മഴയും. പിന്നെ ഇന്നെന്താ മഴ? ആ പിന്നെ ബക്കട്ട് പോരി എന്നാടി ഞങ്ങള് അക്ഷയ വരെ ഒന്ന് പോണേ. അക്ഷയന് തുറന്നു. അവിടെ അങ്ങളൊന്നൊക്കെ ചാർത്തിയാർത്തിന്ന് പറഞ്ഞല്ലേ. അതാർത്തി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനല്ലേ വാങ്ങിച്ചത്. ഞാൻ തന്നെ കൊണ്ടോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവളെ എവിടെ ആക്കിയാലും കുഴപ്പമില്ല. അവളെ ഞാൻ കണ്ടുപിടിച്ചോല. നീ കാരണം അവളെ നാടും കടത്തി ഐഡിയും കൊണ്ട് എല്ലാം കിട്ടുമോ? ഇത് കിട്ടിയല്ലേ? കിട്ടാണ്ട് എവിടുന്ന് പോകാന്? അവള് എനിക്കുള്ളതാണെങ്കിൽ ഞാൻ അവളെ തന്നെ കിട്ടിയിരിക്കും. ഞാൻ അവളുടെ ആങ്ങളോട് കൊടുത്താൽ മതി. ഞാൻ നിനക്കൊക്കെ വാങ്ങിക്കാനുള്ളത് എപ്പോ വേണേ നിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ. കൂട്ടുകാരുണ്ട്. ഇത് കിട്ടിട്ട് കൂടെ ഇപ്പൊ കണ്ടില്ല. ഇനി വഴിക്ക് ഒരു പുല്ല് വളച്ചില്ല. ഓടി ഓടി പുല്ല് മുളക്കാൻ അവിടെ പുല്ല് കിളിക്കണമല്ല. ഓ ഇന്നലെ എന്ത് ഇടിയായിരുന്നു. ഞാനല്ലേ കൊണ്ടത്. അതില് ഞാൻ പോണ്ട. എന്നാ വെക്കോ എന്ന് പറഞ്ഞേക്കട്ടാ. ഓ പറഞ്ഞേക്ക. ആ ഇപ്പഴും ജീവനം ഉണ്ടെന്ന്. എന്താണ് തിരയുടെ പോലെ എനിക്ക് കാണിക്കുന്നത്.